Hey, hello, welcome to a new vlog. Actually, today we are celebrating Independence Day in our office. I am planning to give you a glance into it. So, welcome. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എ ഡേ അറ്റ് ഓഫീസ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പുതിയ പ്രസ്റ്റീജ് ബിൽഡിംഗ് ഒക്കെയാണ് ആ വീഡിയോയിലുള്ളത്. പ്രസ്റ്റീജ് സൈബർ ഗ്രീൻ ഓക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ റൂംമേറ്റ് പറഞ്ഞു, അയ്യോ നിനക്ക് പുറത്തിരുന്നിട്ട് ബാക്കിലിരുന്നിട്ട് വീഡിയോ എടുക്കാൻ ഒരാൾ വേണമായിരുന്നില്ലേ എന്ന്. അങ്ങനെ അവളാണിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത്. താങ്ക്സ് എ ലോട്ട് ഫോർ ഹെർ. അവൾ ബാക്കിലിരുന്ന് അവളുടെ കയ്യിൽ കിറ്റും ബാഗും ഒക്കെ ഉണ്ട്, എന്നിട്ട് പിടിച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ബട്ട് ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. ഇപ്പോൾ ഇത് ഇവിടെ സ്മാർട്ട് സിറ്റി എത്തി, കൊച്ചി സ്മാർട്ട് സിറ്റി കണ്ടില്ലേ? ഇത് കണ്ടോ, അതാണ് ഞങ്ങളുടെ ബിൽഡിംഗ്. വാട്ട് എ ബ്യൂട്ടി റൈറ്റ്. ഞങ്ങളുടെ കാർണിവൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര അടിപൊളി സെറ്റപ്പ് ഓഫീസാണ്, വെരി നൈസ്. ഇപ്പോൾ ഒരു കുട്ടി ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു റൗണ്ട് എബൌട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ ഇതായി വയ്യ. വാവ്, എനിക്ക് ഈ പോണ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തത്. ഈ പനിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കണ്ടില്ലേ? ദിസ് ഇസ് വെരി നൈസ് യുനോ. അങ്ങനെ കൊള്ളാം. ഇപ്പോൾ ഒരു നാട്ടിൽ പുതുതായിട്ടൊരു വീടുണ്ടാക്കുമ്പോൾ ഏറ്റവും സെറ്റപ്പ് ആ വീടായിരിക്കുമല്ലോ, അതുപോലെ ഇപ്പോൾ നല്ല ബിൽഡിങ് കൊച്ചി ഓഫീസ് തോന്നുന്നു കൊച്ചിയിൽ. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ അല്ലേ, ന്യൂ ഫീച്ചേഴ്സും ന്യൂ ടെക്നോളജീസും ഒക്കെ. ഇപ്പോൾ ബാത്റൂമിൽ വരെ ഞങ്ങൾക്ക് മറ്റേ സെൻസർ വെച്ചിട്ടാണ് വാട്ടർ വരണേ. അത്രയ്ക്ക് വേണ്ടായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഇന്ന് ഇവിടെ ഒരൊറ്റ സ്ഥലം ബാക്കിയുണ്ട്, എനിക്ക് വേണ്ടി വെച്ച പോലെ. അപ്പം നമുക്ക് ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഓഫീസിൽ പോവാം. ഇത് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ട്രഗിൾസാണ്. ചില ആൾക്കാരുണ്ട്, ഈ നമ്മൾ വണ്ടി എടുക്കാനൊരു സ്പേസ് വയ്ക്കില്ല, അവിടെ വന്ന് പാർക്ക് ചെയ്യും. അത് ശരിയല്ല കേട്ടോ. എന്നാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. എന്നിട്ട് ഒരു 4 ബൈക്ക് നമ്മൾ മാറ്റണം നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഓഫീസെത്തി. ദിസ് ഓട്ടോമാറ്റിക് ഡോർ. കോസ്റ്റ കോഫി. ഇവിടെ ആരാ വരുന്നേ കാപ്പി കുടിക്കാൻ കേട്ടോ. ഒരു കാപ്പിക്ക് 300 രൂപ, വെരി എക്സ്പെൻസീവ് ആൻഡ് ഒട്ടും ടേസ്റ്റ് ഇല്ല. നമുക്കൊരു എക്സ്ട്രാ അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമില്ല. പിന്നെ ഇതൊക്കെയാണ് ഡെക്കറേഷൻസ്. കഴിഞ്ഞ വീഡിയോയിലും കുറച്ചൊക്കെ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്വീറ്റ്സ് ഉണ്ട് ആസ് എ പാർട്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ. ലഡു ആണ്. ലഡു ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ശരിക്കും ഞാൻ ഷുഗർ കട്ടൊക്കെയാണ്, പിന്നെ ഫുഡ് പ്രോട്ടീൻ ആൻഡ് ഫൈബറൊക്കെ ആയാൽ പിന്നെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കഴിക്കണത്. ഇതാണ് ഞങ്ങളുടെ ലഡു. പിന്നെ കാഫറ്റേരിയയിലും ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഫുഡിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, കുറച്ച് ഗ്രീൻ അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെൻഡിങ് മെഷീനിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ പോവുക. ഇന്ന് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒന്നുമില്ല പക്ഷെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വെൻഡിങ് മെഷീനിൽ സാധനങ്ങളൊക്കെ എടുക്കാമെന്ന്. ചുമ്മാ ഞങ്ങളൊന്ന് മീറ്റിംഗ് റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യണേ. പുറത്ത് സ്പേസൊക്കെ കുറവാണ്. ഇന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടായിരിക്കാം. ആയിരുന്നു. എന്നിട്ട് കണ്ട, ഇത് നല്ല രസമാണ്. ഫുൾ അൺഹെൽത്തി സാധനങ്ങളാണ്. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അല്ല, ഹെൽത്തി സാധനം ഉണ്ട് കേട്ടോ, സൺഫ്ലവർ സീഡ്സ്. അത് ഞാൻ മേടിച്ചേ. പക്ഷെ അതും അത്ര ഹെൽത്തി ഒന്നും അല്ല. ഫോർ ആൻ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ നല്ല ഷുഗർ ഉണ്ട്. എന്തോ സൺഫ്ലവർ സീഡ് അല്ല, പംകിൻ സീഡോ സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡിൻ്റെ മേലെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട്. ആ കോട്ടിങ് നല്ല മധുര പോരാത്തതിന് അത് മുക്കി പൊരിച്ച് തോന്നണം. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണേ. കണ്ട, ഓരോന്നിപ്പോൾ ഇങ്ങനെ ചാടണ കാണാം. ദാറ്റ് ഈസ് വെരി നൈസ്. ഇത് ചിലപ്പോൾ നമുക്ക് ഒരു ത്വര വരും ഇത് കാണുമ്പോൾ. വാവ്, സെൽഫ് സർവീസിനോട് പൊതുവേ ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടം തോന്നണം, എക്സെപ്റ്റ് ഇൻ ഹോട്ടൽസ്. ഹോട്ടലിൽ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് സെൽഫ് സെർവ് അതത്ര എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പേഴ്സണലി. പക്ഷേ നമ്മുടെ സ്പോർട്സ് സ്റ്റോർ ഉണ്ടല്ലോ, ഡെക്കാത്തലോണിലൊക്കെ പോയിട്ട് സ്വന്തമായിട്ട് ബില്ലടിക്കുക, അത് നല്ല രസമല്ലേ? അത് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെൻഡിങ് മെഷീനിൽ സാധനങ്ങൾ എടുക്കുക, ദാറ്റ് ഈസ് നൈസ് അല്ലേ? പിന്നെ ബൊഫേ ഇഷ്ടമാണ്. ബൊഫേ ഓക്കെ, ബട്ട് നോട്ട് ദാറ്റ് സെൽഫ് സർവീസ് തിങ്. അങ്ങനെ
ഇനി ഇത് വാഷ്റൂമാണ്. ഈ വാഷ്റൂമും കൂടെ കാണിച്ചു തരാം. എൻ്റെ റൂംമേറ്റിൻ്റെ വാശിയൊന്നുമല്ല, റൂംമേറ്റിൻ്റെ ഒരു ആഗ്രഹം. അവൾക്ക് എൻ്റെ വ്ളോഗ് ഇമ്പ്രൂവ് ആക്കണം, അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കാണിച്ചു തരണം നന്നായിട്ട്. അങ്ങനെ അതാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ കൈ കഴുകാൻ ഞങ്ങൾ ചെയ്യണ കാര്യങ്ങളത്. ഫസ്റ്റ് ഒരു ടിഷ്യൂ എടുത്ത് കൈ തുടയ്ക്കും. പിന്നെ ഐ എം എക്സ്പ്ലെയിനിങ് ദിസ് ടു യു ലൈക്ക് ദിസ് ഈസ് നമുക്ക് പാഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പെട്ടെന്ന് പീരീഡ്സൊക്കെ ആയാൽ ഒന്നുമില്ലെങ്കിൽ അവിടെ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ 5 രൂപയുടെ കോയിൻ ഇടാം, അപ്പോൾ നമുക്കൊരു പാഡ് വരും. ഞാൻ ഇതുവരെ കോയിൻ ഇട്ട് നോക്കിയിട്ടില്ല, പക്ഷേ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. ഇത് ബേബീസിൻ്റെ ഡയപ്പർ മാറ്റുന്ന സ്ഥലം, അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇതും കൂടെ ചെയ്താൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ 4 മണിയായപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നു ഞങ്ങളിരുന്ന മീറ്റിംഗ് റൂമിലേക്ക്. വർത്താനാ ഈവനിങ് ഒരു 4:30. ഹേയ് ഹലോ, അങ്ങനെ ഐ ആം ബാക്ക് ആഫ്റ്റർ ഓഫീസ്. എനിക്ക് എൻ്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, മാലയൊക്കെ ഇട്ടിട്ടെന്ന്. അതാ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഓഫീസിൽ. ഞങ്ങളൊരു മീറ്റിംഗ് റൂം എടുത്തിട്ട് അവിടെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഈവനിങ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണി ആവാറായി. ഐ എം ബാക്ക്, ഇനി ബാക്ക് ടു ഈവനിങ് റൊട്ടീൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അത് കണ്ട അവിടെ ഒരു തോട്. എനിക്ക് ആ തോട് ഭയങ്കര ഇഷ്ടമായി. ഈ മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ തോടിൽ വെള്ളം ഇങ്ങനെ കാണാൻ പറ്റുക. അല്ലാത്ത സമയത്ത് ഫുൾ പുല്ലല്ല, മറ്റേ ആഫ്രിക്കൻ പായൽ തോന്നുന്നു, നിറച്ച് പായലായിരിക്കും. എന്നിട്ട് മഴ പെയ്താൽ അവർ പായലൊക്കെ മാറ്റും. എന്നിട്ട് ഒരു JCB ഏറ്റവും കൂടുന്ന മാറ്റാറ്. അത്രേ ഉള്ളൂ. ആക്ച്വലി ലേറ്റർ ദാറ്റ് ഐ വെന്റ് ടു പോത്തീസ്. എൻ്റെ റൂംമേറ്റിനെ റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടാക്കണമായിരുന്നു. അതുവഴിയാണല്ലോ പോത്തീസ്. സോ പോത്തീസിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. പോത്തീസിൽ കണ്ട ഓണമൊക്കെ ആയിട്ട് കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാ പരിപാടിക്കും ഓരോ ഡെക്കറേഷനൊക്കെ ചെയ്യുമല്ലോ. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതാ എൻ്റെ ഫേവറേറ്റ് വണ്ടി വരണം. ഞാനിതാ പിന്നെയും മേടിച്ചു യോഗ ബാറിൻ്റെ ചോക്ലേറ്റ്. ഐ ലവ് ദാറ്റ് ഫ്ലേവർ. അതാണെങ്കിൽ പോത്തീസ് പോയി എനിക്കറിയില്ല ഈ സൂപ്പർ മാർക്കറ്റിനോടുള്ള വീക്ക്നെസ് ഞാൻ എങ്ങനെ കുറയ്ക്കുന്നു. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് വണ്ടിയിലൊരു യാത്ര. അങ്ങനെ എൻ്റെ സ്കൂട്ടർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. തിരിച്ച് ഞാൻ പോന്നു. അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇതോടെ തീർന്നു. പോത്തീസിൽ പോയത് കുറച്ച് റണ്ണിങ് മെറ്റീരിയൽ എടുക്കാനായിരുന്നു. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, ഞാൻ നിഷ്ട എന്ന് പറഞ്ഞൊരു ബുട്ടീക്ക് തുടങ്ങിയിട്ടുണ്ട്. യു ക്യാൻ പർച്ചേസ് ഫ്രം ദർ. ഓക്കെ, ഐ വിൽ കം വിത്ത് ന്യൂ കളക്ഷൻസ് ആൻഡ് ഓൾ. മെയിനായിട്ട് 1 പീസ് ഡ്രസ്സസ്സാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഐ ലവ് ദോസ് 1 പീസ് ഡ്രസ്സസ്, ജൂട്ട് എക്സ്ട്രാ. ഐ ഡോണ്ട് നോ, ഐ ലവ് ദാറ്റ് ജൂട്ട് ആൻഡ് കോട്ടൺ ക്ലോത്ത്സ് റീസെൻ്റ്ലി. നല്ലതല്ലേ അത്? സീരിയസ്ലി ഐ ലവ് ദിസ്.